നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെയും ലാലേട്ടനെയും ചില കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. വളരെ മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം 23/1/2026 ഈ രണ്ട് ദിവസം നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും രണ്ട് പുതിയ സിനിമകൾ ഒരേ സമയം തന്നെ പൂജ നടത്തിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. രണ്ട് സിനിമകളുടെയും പൂജ കാലത്ത് 10:30-ആയിരുന്നു. തരുൺമൂർത്തി ചിത്രത്തിന്റെയും അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിന്റെയും. തരുൺമൂർത്തി ലാലേട്ടൻ സിനിമയുടെ പേര് ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല. L366 എന്നാണ് ആ സിനിമയ്ക്ക് താൽക്കാലിക പേരിട്ടിരിക്കുന്നത്. എന്നാൽ മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയുടെ പദയാത്ര എന്ന പേര് ഇപ്പോൾ തന്നെ നിശ്ചയിച്ചിട്ടാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പറയാം. മമ്മൂട്ടി സിനിമയുടെ പദയാത്ര എന്ന ചിത്രത്തിന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റർ വന്നു. ആ പോസ്റ്റർ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ ആയിരുന്നു. എന്നാൽ മോഹൻലാൽ ചിത്രത്തിനും ഒരു പ്രത്യേകതയുണ്ട്. സിനിമയുടെ പേര് ഇതുവരെയായിട്ട് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും മോഹൻലാലിന്റെ ലുക്ക് എങ്ങനെയായിരിക്കുന്നത് ഇന്നലെ വെളിപ്പെടുത്തിയായിരുന്നു. ആ ലുക്ക് മോഹൻലാൽ വെളിപ്പെടുത്തിയത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മലയാളത്തിലെ മഹാനടന്മാരുടെ ഫാൻസുകാർ തമ്മിൽ മുട്ടനടിയാണെങ്കിലും അവർ തമ്മിൽ വളരെയധികം സ്നേഹത്തിലാണ് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. ഈ സമയത്ത് ഓർക്കുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. രാക്ഷസ രാജാവ് എന്ന മമ്മൂക്കയുടെ ചിത്രവും രാവണപ്രഭു എന്ന മോഹൻലാൽ ചിത്രവും രണ്ടും ഏകദേശം ഒരേ സമയങ്ങളിൽ ഷൂട്ടിംഗ് നടന്ന സിനിമകളാണ്. രാക്ഷസ രാജാവ് 2001 ഓഗസ്റ്റ് 31 റിലീസ് ചെയ്തതെങ്കിൽ രാവണപ്രഭു 2001 ഒക്ടോബർ 1 റിലീസ്. രണ്ടു സിനിമകളും ഒരേ സമയം രാവണൻ എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ വന്നത് എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ കാത്തിരിക്കാം തരുൺമൂർത്തി ലാലേട്ടൻ ചിത്രത്തിന്റെ മറ്റു അപ്ഡേറ്റുകൾക്കായിട്ട്. അതേസമയം തന്നെ നമ്മുടെ ഗോപാലകൃഷ്ണന്റെയും മമ്മൂക്കയുടെയും സിനിമ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ മമ്മൂക്കയ്ക്ക് വളരെയധികം മികച്ച പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇനിയും നാഷണൽ അവാർഡുകളും സ്റ്റേറ്റ് അവാർഡുകളും എല്ലാം മമ്മൂക്കയ്ക്ക് കിട്ടട്ടെ. അത്തരമൊരു സിനിമ മമ്മൂക്ക അടൂർ ഗോപാലകൃഷ്ണൻ കോമ്പിനേഷനിൽ പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മുമ്പ് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.